നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഗർഭകാലത്തെ പ്രമേഹം അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ട്രീറ്റ്മെന്റ് പാർട്ട് ഞാൻ അതിനകത്ത് പറയുന്നില്ല, കാരണം അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ മാറ്റിവെച്ച ആ ട്രീറ്റ്മെന്റ് പാർട്ടിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരിക്കൽ ഈ ഒരു പ്രശ്നം പ്രഗ്നൻസിയിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ശരിക്കും ആ ടാർഗറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിരിക്കണം. ടാർഗറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ 95ഉം ആഹാരത്തിന് ശേഷം 2 hours കഴിഞ്ഞ് നോക്കുന്ന വാല്യൂ ആണെങ്കിൽ 120. ഈ 95, 120 എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ സെറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു 90% ആൾക്കാർക്കും ആഹാര നിയന്ത്രണവും അതിന്റെ കൂടെയുള്ള എക്സസൈസും വഴി തന്നെ നമുക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ, ടാബ്ലറ്റ്സോ ഇൻസുലിനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഷുഗേഴ്സ് കൺട്രോൾഡ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡയറ്റ് നോക്കേണ്ടത്? ഡയറ്റ് നോക്കുമ്പോൾ നമുക്ക് പാടെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അളവ് നിയന്ത്രിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അളവ് കൂട്ടിക്കഴിക്കേണ്ട കുറച്ച് ആഹാര കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ്. അതായത് ഷുഗർ പല രീതിയിലുള്ള, ഇപ്പൊ ബേക്കറി സ്വീറ്റ്സ് ആയിക്കോട്ടെ, അല്ല ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ അടിക്കുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന പഞ്ചസാര ആയിക്കോട്ടെ. അപ്പൊ കഴിയുന്നതും പഞ്ചസാര ഒഴിവാക്കുക. അപ്പൊ ചായ കോഫിയിലൊക്കെ ഇടുന്ന പഞ്ചസാര ആണെങ്കിലും മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെയാണ് ബേക്കറി സ്വീറ്റ്സ്. അപ്പൊ ഈ നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാരയും ബേക്കറിയിൽ നിന്നുള്ള സ്വീറ്റ്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാറ്റഗറിയിൽ വരും. ഇനി അളവ് നിയന്ത്രിക്കുന്ന എന്തിന്റെയാണ്? അളവ് നിയന്ത്രിക്കുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ആണ് അളവ് നിയന്ത്രിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അരിയോ ഗോതമ്പോ അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലുള്ള ഭക്ഷണത്തിലുള്ളത്. അപ്പം അതിന്റെയൊക്കെ അളവാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നില്ല, പക്ഷെ അളവ് നമ്മൾ എടുത്ത് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന അളവിൽ നിന്ന് കാര്യമായിട്ട് നമ്മൾ കുറയ്ക്കണം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോവുകയും വേണം. പിന്നെ അളവ് കൂട്ടിക്കഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സും, കാരണം അതിനകത്ത് ഫൈബറിന്റെ കണ്ടന്റ് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം പൊതുവേ നമ്മൾ ഡയറ്റ് ഒക്കെ പറയുമ്പോൾ ഗർഭിണികൾക്ക് ഉള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസ്, അതായത് ഇപ്പൊ സാലഡ്സ് ആയിട്ട് നമ്മൾ കഴിക്കാൻ പറയും, അല്ലെങ്കിൽ പ്രോട്ടീന്റെ എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ കഴിക്കാനായിട്ട് പറയും. അപ്പൊ പ്രോട്ടീന്റെ കണ്ടന്റും ഈ വെജിറ്റബിൾസിന്റെ കണ്ടന്റ്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് അളവ് കൂട്ടേണ്ടത്. ഇപ്പൊ റെഗുലർലി ഇപ്പം നമ്മൾ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരിക്കൽ നമ്മൾ ഷുഗർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 1 to 2 weeks നമ്മൾ ഡയറ്റ് റെസ്ട്രിക്ഷൻ പറയും. നമ്മൾ അതിനെ MNT അഥവാ മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ആക്ച്വലി ഷുഗേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഉള്ള ചേഞ്ചസ് വരുത്തണം. ഇനി ഇതെല്ലാം വരുത്തിക്കൊണ്ട് എങ്ങനെ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ പറ്റും? എപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എടുത്താലും പ്ലേറ്റിന്റെ പകുതി ഭാഗത്തെങ്കിലും വെജിറ്റബിൾസ് ആയിരിക്കണം. വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഓയിൽ ചേർക്കാതെ നമുക്ക് അവിയല്, തോരൻ, അപ്പൊ ആ രീതിയിൽ വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം വെജിറ്റബിൾസിന്റെ പാർട്ടില്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലഡ്സ്, സാലഡ് കുക്കുംബർ ആയിക്കോട്ടെ, ടൊമാറ്റോ ആയിക്കോട്ടെ, സവാള ആയിക്കോട്ടെ, അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു നുള്ളു ഉപ്പോ എങ്ങാനും ഇട്ട് നമുക്ക് സാലഡ് ആയിട്ട് കഴിക്കാം. അപ്പൊ അങ്ങനെ വേണം പ്ലേറ്റിന്റെ പകുതി ഭാഗം എന്ന് പറയുന്നത്. ബാക്കി പകുതി ഭാഗത്തില് പകുതിയായിട്ട് വേണം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും കഴിക്കേണ്ടത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മള് അധികം മധുരം ഇല്ലാത്ത രീതിയിലുള്ളത്, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അപ്പൊ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് അളവ് കൺട്രോൾ ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞ പോലെ പ്ലേറ്റിന്റെ പകുതി ഭാഗത്ത് നമ്മൾ വെജിറ്റബിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുമാത്രം നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്നോ അതിന്റെ പകുതി അളവിലേ നമ്മൾ ചോറ് എടുക്കാവുള്ളൂ. പിന്നെ ഈ ചോറും വെജിറ്റബിൾസും മാത്രം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിശക്കും. അപ്പൊ അത് ഒഴിവാക്കാനും വയറിനുള്ള ഫില്ലിംഗ് ഇഫക്റ്റിന് വേണ്ടിയിട്ടും കുഞ്ഞിന്റെ ഗ്രോത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ പ്രധാനമായിട്ട് പ്രോട്ടീൻസ് കഴിക്കാൻ പറയുന്നത്. അപ്പൊ എത്രയാണോ നമ്മൾ ചോറ് കഴിക്കുന്നത് അത്രയും അളവിൽ തന്നെ പ്രോട്ടീൻസ് കഴിക്കണം. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റേറിയൻ സോഴ്സ് ആയിക്കോട്ടെ, നോൺ വെജിറ്റേറിയൻ സോഴ്സ് ആയിക്കോട്ടെ. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടല, പയറ്, പരിപ്പ് ആ രീതിയിലുള്ളത്. അതുപോലെ തന്നെ
നോൺ വെജിറ്റേറിയൻ സോഴ്സസ് കഴിക്കുന്നതുകൊണ്ടും വിരോധമില്ല. അതായത് മുട്ട കഴിക്കാം, ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം. പക്ഷെ കഴിയുന്നതും ഓയിൽ കുറച്ചിട്ടുള്ള, അതായത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ അധികം ഓയിൽ ചേർക്കാതെയുള്ള കറികളായിട്ട് വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വയ്ക്കുക. അപ്പൊ ഇത് തന്നെ നമ്മൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഈ രീതിയിൽ വേണം കഴിക്കാൻ. പിന്നെ നമ്മൾ പൊതുവെ ഷുഗർ ഇതുപോലെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പറയുന്നത് 6 പ്രാവശ്യമായിട്ട് ആഹാരം കഴിക്കണം എന്ന്. അപ്പൊ 6 പ്രാവശ്യം മേജർ മീൽസ് അല്ല, 3 മേജർ മീൽസും 3 സ്നാക്സും. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ എണീറ്റ് ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു 3 ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു 3 ദോശ അങ്ങനെയൊക്കെ കഴിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിക്കുക. ഇപ്പൊ 8 മണിക്ക് ഒരു 2 ഇഡ്ഡലി കഴിക്കുക, അത് കഴിഞ്ഞ് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കി ഒരെണ്ണം കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ റെഗുലർ ടൈമിൽ ഫുഡ് കഴിക്കുന്നു. ഈവനിങ്ങിൽ നമുക്ക് സ്നാക്സിന് പകരമായിട്ട് ചായയുടെ സമയത്ത് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് സാലഡ്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മുളപ്പിച്ച പയറ് കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ വേവിച്ച കടലയോ പയറോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ ഇത് പ്രോട്ടീൻ കണ്ടന്റ് കിട്ടുകയും ചെയ്യും, ബോഡിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനും പറ്റും, പക്ഷെ ഷുഗർ ലെവല് കൂടത്തുമില്ല. അതുപോലെ തന്നെ രാത്രിയത്തെ ഫുഡ് ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 2.5 മണിക്കൂർ മുന്നെങ്കിലും കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് അഥവാ നമുക്ക് അത് കഴിഞ്ഞു രാവിലെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻ ബിറ്റ്വീൻ വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാലോ അങ്ങനത്തെ എന്തെങ്കിലും, അതായത് പ്രോട്ടീൻ ഉള്ള ആഹാരം കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് രാത്രി മൊത്തവും വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് 3 മേജർ മീൽസ് നമ്മൾ കഴിക്കുക, ഇൻ ബിറ്റ്വീൻ 3 സ്നാക്സ് ആയിട്ട് കഴിക്കുക. അത് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാം. പ്ലസ് 2 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക. കാരണം അത് നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഡൈജഷനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ ന്യൂട്രീഷൻ നമുക്ക് ബോഡിയിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പം അതിനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ 2 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പലരും ഇതുപോലെ നമ്മൾ ഡയറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഒരു സാമ്പിൾ മീൽ പ്ലാൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓരോ തരം കഴിക്കുന്ന ആഹാര രീതി വ്യത്യസ്തമായിരിക്കും. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്. എല്ലാവർക്കും ഇന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലർ രാവിലെ ചില ആഹാരമായിരിക്കും കഴിക്കുന്നത്, വൈകിട്ടത്തെ ആഹാരം ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യാസം വരും. എന്നാലും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ രാവിലെ എണീറ്റ് ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചായ പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 2 ഇഡ്ഡലിയോ 2 ദോശയോ, ആക്ച്വലി ഇഡ്ഡലിയും ദോശയും കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം അപ്പം, ഇടിയപ്പം, അരിയുടെ പുട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോറ് തന്നെയാണ്, കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇഡ്ഡലി ദോശയൊക്കെ ആകുമ്പോൾ അതിനകത്ത് നമ്മൾ ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട്, പ്രോട്ടീന്റെ കണ്ടന്റും കൂടിയുണ്ട്. അപ്പൊ പെട്ടെന്ന് ദഹിച്ചു പോത്തുമില്ല, തന്നെ അല്ല ഷുഗർ ലെവല് പെട്ടെന്ന് കൂടത്തുമില്ല. ഇപ്പൊ ഇഡ്ഡലി ദോശ അങ്ങനത്തെയൊക്കെയാണ് കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ തന്നെ രാവിലെ, അതിന്റെ ഷേപ്പ് വ്യത്യാസമേ ഉള്ളൂ. അപ്പം ആണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും അരിയുടെ പുട്ടൊക്കെ ആണെങ്കിലും. അപ്പൊ ഈ രീതിയിൽ 2 എണ്ണം ഒരു 8 മണിക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് ഒരു 9:30-10 മണിയാകുമ്പോൾ ബാക്കി ഒരെണ്ണം വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാം, പ്രശ്നമില്ല. അത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്കും ചോറ് ഇതുപോലെ 1 കപ്പ് ചോറ് കഴിക്കാം. അതുപോലെ തന്നെ 1 കപ്പ് ഞാൻ പറഞ്ഞ പോലെ പയർ എന്തെങ്കിലും ആ രീതിയിൽ പയറോ പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. 2 കപ്പെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാം. അത് കറിയായിട്ടായിക്കോട്ടെ സാലഡ്സ് ആയിക്കോട്ടെ കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈവനിങ് സ്നാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം. നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഒരു കൈപ്പിടിയിലുള്ള ഒരു 10-15 നട്ട്സ് വീതം ദിവസം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, നോർമലാണ്. അത് പ്രോട്ടീൻ ആയിട്ട് അത് പോസിറ്റീവ് ഇഫക്റ്റേ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ കപ്പലണ്ടി ആവാം, കാഷ്നട്ട് ആവാം, ബദാം ആവാം, ഏതായാലും കുഴപ്പമില്ല. ഒരു കൈപ്പിടിയിലുള്ളത് ഒരു 10-15 എണ്ണം ഡെയിലി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. രാത്രിയും ഇതുപോലെ തന്നെ കഴിയുന്നതും ചോറ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു നേരം ചോറ് പ്രശ്നമില്ല. ഇപ്പൊ രാത്രിത്തെ ഫുഡിലാണെങ്കിലും ഒന്നുകിൽ 2 ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഇഡ്ഡലി കഴിക്കാം, 2 ദോശ കഴിക്കാം. അപ്പൊ ഇതെല്ലാം കഴിക്കുമ്പോൾ ഇപ്പൊ ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് സാമ്പാർ അല്ലെങ്കിൽ അതിനകത്ത് വെജിറ്റബിൾ ഉണ്ടാവും, പ്ലസ് ഒരു മുട്ടയും കൂടെ കഴിക്കുമ്പോൾ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. ഇപ്പൊ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വെജിറ്റബിൾ കറിയോ അതിന്റെ കൂടെ എന്തെങ്കിലും ദാലോ അങ്ങനത്തെ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയത്തെ ഫുഡും ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാത്രി 1 ഗ്ലാസ് സ്റ്റിൽ വിശക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാല് കുടിക്കുക ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ. പിന്നെ ഈ കഴിക്കുന്ന ഫുഡ്
എന്തുമാത്രമാണെന്നുള്ളതും അതിന്റെ ക്വാളിറ്റി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇത് കഴിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒത്തിരി ടൈം വേരിയേഷനിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽസും അതുപോലെ ഒത്തിരി ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അത് ഒരിക്കലും ഗർഭിണികൾക്ക് നല്ലതല്ല. കാരണം ഒത്തിരി ഷുഗർ കുറഞ്ഞാലും കുഞ്ഞിന് ദോഷമാണ്, ഒത്തിരി ഷുഗർ കൂടിയാലും നമുക്ക് ദോഷമാണ്. അപ്പോ രാവിലെ എണീറ്റ് കഴിയുന്നതും ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ 8 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുന്ന ഒരാള് ഉച്ചയ്ക്ക് ഒരു 1-1:30-ക്കുള്ളിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 10:30-ക്കൊക്കെയാണ്, ഒരു 10-10:30-ക്കൊക്കെയാണ് ഉറങ്ങുന്നതെങ്കിൽ ഒരു 7:30-8 ഒക്കെ ആകുമ്പോൾ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിന്നർ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഫുഡ്, പിന്നെ പാലോ അങ്ങനത്തെയൊക്കെ ഉറങ്ങുന്നതിന് ഒരു 1/2-3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാണെങ്കിലും ഇതുപോലെ പാലൊക്കെ കുടിച്ചിട്ടാണെങ്കിലും ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് വരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കുക. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ വെള്ളം മസ്റ്റ് ആയിട്ട് കുടിക്കുക. 2 ലിറ്റർ എന്നുള്ളത് അതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. പിന്നെ ഈ ഡയറ്റ് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഡയറ്റിന്റെ ഒരു 100% ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കണം. അപ്പൊ ഡെയിലി രാവിലെയോ വൈകിട്ടോ എപ്പോഴാണ് ടൈം അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു 30 to 45 മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കുകയെങ്കിലും ചെയ്യുക. ഗർഭിണികൾക്ക് നടക്കുക എന്ന് പറയുന്ന വ്യായാമം തന്നെ മോർ ദാൻ ഇനഫ് ആണ്. പക്ഷെ ടൈം ശ്രദ്ധിക്കുക, ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വേണം. ഇനിഷ്യലി തന്നെ നമുക്ക് 1/2 മണിക്കൂറൊന്നും നടക്കാൻ പറ്റത്തില്ല. ഇതുവരെയും എക്സസൈസ് ഒന്നും ചെയ്യാത്ത ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ 1/2 മണിക്കൂർ നടന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നടക്കത്തില്ല. അപ്പൊ ഇനിഷ്യലി നമ്മൾ ഡെയിലി ഒരു 15 മിനിറ്റ് നടന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 1 വീക്ക് ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും, ഓക്കെ ആവും. പിന്നെ പതുക്കെ അത് 20 മിനിറ്റ്സ് ആയിട്ട് കൂട്ടുക, പിന്നെ 25 മിനിറ്റ്സ് ആക്കുക. അങ്ങനെ ഫൈനലി നമ്മളൊരു 30 to 45 മിനിറ്റ്സ് എന്നുള്ള ഒരു രീതിയിലേക്ക് വരിക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ലെവൽസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും. ഇപ്പൊ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ തന്നെ അറിയാം, ഡയറ്റ് ഒക്കെ നോക്കിയിട്ടും കാര്യമായിട്ട് ഷുഗേഴ്സ് കുറയുന്നില്ല, ഇനിയും കുറഞ്ഞില്ലെങ്കിൽ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള സ്റ്റേജിലാണ് പലരും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ട് നോർമൽ റേഞ്ചിലേക്ക് ബ്ലഡ് ഷുഗർ ലെവൽസ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ എക്സസൈസിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എത്ര ഫ്രീക്വന്റ്ലി ഷുഗറുടെ വാല്യൂസ് ചെക്ക് ചെയ്യണം, കാരണം അതും നമ്മുടെ ട്രീറ്റ്മെന്റ് ഒരു പാർട്ടാണ്. ഷുഗർ വാല്യൂസ് നമ്മൾ ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഷുഗർ വാല്യൂസ് ഹൈ കണ്ടു, ഇപ്പൊ ഒരു 95 എന്നുള്ളത് ഒരു 110, അല്ലെങ്കിൽ ആഹാരം കഴിച്ച് 120 എന്നുള്ളത് ഒരു 140, അപ്പൊ ഒരു ചെറിയൊരു വേരിയേഷൻ ആണ്, ഒരു 10 to 20 യൂണിറ്റ്സേ ഉള്ളു വ്യത്യാസം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 2 വീക്സോളം ഇതുപോലെ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി ഡയറ്റ് നമ്മൾ പറയും, എക്സസൈസ് നമ്മൾ പറയും, 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഗ്രോസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ വെറും വയറ്റിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു 180 അല്ലെങ്കിൽ 200, അപ്പൊ ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറ്റ് മാത്രം, അതായത് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി മാത്രം വെച്ച് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി വേണ്ടെന്നല്ല, അതും വേണം, എക്സസൈസും വേണം, ടാബ്ലറ്റ്സും തുടങ്ങേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ ഒത്തിരി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മോർ ഫ്രീക്വന്റ്ലി നോക്കേണ്ടി വരും. കാരണം ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാൽ ചിലപ്പോൾ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് അതിന്റെ ഇഫക്റ്റ് എങ്ങനെയുണ്ട്, ടാബ്ലറ്റ്സിന്റെ ഡോസ് മതിയോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളൊന്ന് റീചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെയും ഷുഗർ ലെവൽ ഏത് റേഞ്ചിൽ ഹൈക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഷുഗർ ലെവൽസ് നോക്കുന്നത്. അപ്പോൾ ഒരു വിധം കൺട്രോൾ ഒക്കെ ഒരു 2 വീക്സിനുള്ളിൽ വരികയാണെങ്കിൽ പിന്നെ ഒരു 2 വീക്ക്ലി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ ആ ഒരു റേഞ്ചിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരിക്കണം. കാരണം ഷുഗർ ലെവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം ഡയറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ തന്നെ ഒത്തിരി അധികം ഫ്ലക്ച്വേറ്റ് ചെയ്യും. അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഷുഗേഴ്സ് കൺട്രോൾഡ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് ഞാൻ ഓൾറെഡി ഒരു പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ വളരെ റെയർ ആയിട്ടുള്ളത് പക്ഷെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ലെവൽസ് അമ്മയുടെ ഒത്തിരി ഹൈക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഹൃദയത്തുടിപ്പിൽ വ്യത്യാസം വരാനും കുഞ്ഞിന്റെ അനക്കം നിന്നു പോകാനും കുഞ്ഞ് വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചു പോകാനും ഒരു റയർ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഷുഗേഴ്സ് കൺട്രോൾഡ് ആയിട്ടുള്ളവർക്ക് നമ്മൾ കാണാറേ ഇല്ല. ഷുഗേഴ്സ് തീരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഷുഗർ ലെവൽസ് ചെക്ക് ചെയ്യാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവരിലാണ് പൊതുവെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ കാണുന്നത്. ഇതുപോലെ ഷുഗേഴ്സ് ഒന്നും നമ്മൾ പറയുന്ന രീതിയിൽ ചെക്ക് ചെയ്യാതെ അവസാനം കുഞ്ഞിന് അനക്കക്കുറവെന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല, കുഞ്ഞ് വയറ്റിൽ മരിച്ചു കിടക്കുകയായിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അതാണ് ഈ പ്രഗ്നൻസിയിൽ ഷുഗർ വരുന്നതിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ റയർ ആണ്. കോമൺ കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് കൂടുക, കുഞ്ഞിന്റെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരിക, അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. പക്ഷെ റയർലി ഇതും സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ബ്ലഡ് ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തു സ്റ്റിൽ നമ്മൾ ഷുഗേഴ്സ് കൺട്രോൾഡ് ആക്കുന്ന
പറ്റുന്നില്ല എന്നുള്ള സ്റ്റേജിലാണ് നമ്മൾ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാബ്ലറ്റ്സിന് തന്നെ പല ഡോസുകളുണ്ട്. അത് ഷുഗർ ലെവൽ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ടാബ്ലറ്റ്സ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് ഗ്ലൂക്കോസ് ലെവൽസ് മോണിറ്റർ ചെയ്യേണ്ടി വരും. ചിലർക്ക് വളരെ അപൂർവമായിട്ട് ടാബ്ലറ്റ്സിലും ഒരു കൺട്രോൾ കാണത്തില്ല. ഒരു 2 to 5% ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഷുഗേഴ്സ് വന്ന ഡയറ്റ് നോക്കി എക്സസൈസ് ചെയ്തു ടാബ്ലറ്റ്സ് കഴിച്ചു സ്റ്റിൽ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരാം. അത് തന്നെ പല ടൈപ്പിലുള്ള ഇഞ്ചെക്ഷൻ ഉണ്ട്. അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഒരിക്കൽ ഞാൻ ഇഞ്ചെക്ഷൻ എടുത്തു തുടങ്ങിയ പിന്നെ ജീവിതകാലം മൊത്തവും ഷുഗറിന് ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെയാണ് പലരുടെ സംശയങ്ങൾ. പക്ഷെ ജസ്റ്റേഷൻ ഡയബറ്റിസ് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. യൂഷ്വലി ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു 6 weeks ഒക്കെ ആവുമ്പോൾ തന്നെ ഷുഗർ ലെവൽസ് പഴയ രീതിയിലാവും. അപ്പം അവർക്ക് അങ്ങനെ ലൈഫ് ലോങ് ഇൻസുലിൻ ഒന്നും എടുക്കേണ്ടി വരില്ല. പക്ഷേ പ്രഗ്നൻസിയിൽ ഷുഗർ വരുന്ന ആൾക്കാരിൽ ഫാമിലി ഹിസ്റ്ററിയും കൂടി അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഷുഗർ ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് ഡയബറ്റിസ് വരാൻ ഒരു നല്ല ശതമാനം സാധ്യത തന്നെയുണ്ട്. അപ്പോൾ ഡയറ്റ് ഈ പറയുന്ന പോലെ പ്രഗ്നൻസിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺട്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഡയറ്റ് പറയുമ്പോൾ പലരും ഇന്ന സാധനങ്ങൾ കഴിക്കാവോ അങ്ങനെയൊക്കെ നമ്മൾ ഡൗട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നത് പോസിറ്റീവ് എഫക്റ്റ് ആണ്. ഇലക്കറികൾ, മുരിങ്ങയില, ചീരയില അതെല്ലാം കഴിക്കുന്നത് ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. പ്രോട്ടീൻ്റെ കടല, പയറ്, പരിപ്പ് അതെല്ലാം കഴിക്കുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണ്. മുട്ട കഴിക്കാം, ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, പ്രശ്നമില്ല. നട്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഒരു കൈപ്പിടിയിലുള്ളത് ഒരു 10-15 എണ്ണം ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അളവൊക്കെ മാക്സിമം കുറയ്ക്കണം. പക്ഷെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു സംഗതിയാണ് ഫ്രൂട്ട്സ് കഴിക്കാവോ, കാരണം അത് മധുരമുള്ള സംഗതിയാണല്ലോ. ആക്ച്വലി ഫ്രൂട്ട്സിൽ ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഒത്തിരി കലോറി കൂടുതലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർമെലൺ, അതുപോലെ തന്നെ നമ്മുടെ ചക്കപ്പഴം, മാമ്പഴം, ഏത്തപ്പഴം, ഇതിനകത്തൊക്കെ ഹൈ കലോറീസും ഹൈ ഷുഗർ ലെവൽസും ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിയുന്നതും ഒഴിവാക്കുക. അപ്പം അധികം പഴുക്കാത്ത പേരയ്ക്ക, അല്ലെങ്കിൽ അധികം മധുരം ഇല്ലാത്ത പപ്പായ, അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കഴിയുന്നതും ഒഴിവാക്കുക. കാരണം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് അതിന്റെ ഷുഗർ കണ്ടന്റ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ഫൈബറും ഉള്ളതുകൊണ്ട് ഒത്തിരി ഭയങ്കരമായിട്ട് ഷുഗർ അങ്ങ് കൂടത്തില്ല ഒറ്റയടിക്ക്. പക്ഷെ ജ്യൂസ് അടിച്ച് എല്ലാം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫൈബർ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി, അതിന്റെ ആ ഷുഗർ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. അപ്പം അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഷുഗർ ഹൈക്ക് വരും. നമുക്ക് പഞ്ചസാര കലക്കി കുടിക്കുന്ന സെയിം ഇഫക്റ്റ് തന്നെ. പിന്നെ ബേക്കറിയിലുള്ള സ്വീറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളും, ഇപ്പം ബേക്ക് ചെയ്ത് വരുന്ന ആഹാരങ്ങളും, അപ്പൊ അതിനകത്തൊക്കെ ഓയിലും ഉണ്ട് ഷുഗർ കണ്ടന്റും ഉണ്ട്. അപ്പൊ ഈ 2 സംഗതികളും പ്രഗ്നൻസിയിലുള്ള ഡയബറ്റിസ് ഉള്ളവർക്ക് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കുക. അപ്പൊ അതൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഷുഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ജസ്റ്റേഷൻ ഡയബറ്റീസിനെ പറ്റിയും അതിൽ ഫോളോ ചെയ്യേണ്ട ഡയറ്റിനെ പറ്റിയും എക്സസൈസിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സിമിലർ ആയിട്ട് ഇതുപോലെ ഷുഗേഴ്സ് ഒക്കെ ഹൈ ആയി, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഷുഗർ വരുമോ, വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ വിമൻസ് ഹെൽത്ത്, അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.